ടിക്കറ്റ് ഫിനാലെയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് 3 ടാസ്കുകളാണ് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞത്. അതിൽ ഏറ്റവും നല്ല 2 ടാസ്കുകൾ ആയിരുന്നു രാവിലെ നടന്ന ടാസ്കുകൾ. ഒന്ന് രാവിലെയും ഒന്ന് ഉച്ചയ്ക്ക് നടന്ന ടാസ്കുകൾ. രാവിലെ നടന്ന ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് കട്ടകൾ നിരത്തി വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അതിൽ വിജയിച്ചത് ജിൻഡോ ആയിരുന്നു. അവിടെ രണ്ടാമത്തെ ടാസ്ക് നടന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് നടന്ന ടാസ്ക് എന്ന് പറയുന്നതും അതും ഒരു ബാലൻസിങ്ങിന്റെ ടാസ്ക് തന്നെയായിരുന്നു. കട്ടകൾ ഇങ്ങനെ കൈ കൊണ്ട് അടക്കിടക്കി വെച്ച് ഒരൊറ്റ കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് എത്ര നേരം നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അത് ഏകദേശം 12 മിനിറ്റിലധികമാണ് ജിൻഡോ അവിടെ നിന്നത്. അങ്ങനെ ജിൻഡോയാണ് ആ 2 ടാസ്കിലും വിജയിച്ചത്. 4ഉം 5ഉം ടാസ്കിൽ. 6ാമത്തെ ടാസ്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത്. പൂച്ചയ്ക്കാരും മണി കിട്ടും, അതായത് ടങ് ട്വിസ്റ്റർ ടാസ്ക്. അതിപ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നാത്ത ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. അതെല്ലാവർക്കും അതിൽ പങ്കെടുക്കാനും സാധിക്കില്ല. ആദ്യം മാലയിടുന്നവർക്ക് മാത്രമാണ് അത് പറയാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എല്ലാ ഗെയിമും ഈ 2, 4ാമത്തെ 5ാമത്തെ ഒക്കെ ഗെയിം എല്ലാവരും കളിച്ചതാണ്. എല്ലാവരും ഒരുമിച്ച് കളിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സമയം നിന്ന വ്യക്തി, ഏറ്റവും നന്നായി ഗെയിം കളിച്ച വ്യക്തി തന്നെയാണ് അതിൽ വിജയിച്ചത്. അങ്ങനെയാണ് ജിൻഡോ ആ 2 ഗെയിമിലും വിജയിച്ച് 3-3 6 പോയിന്റ് ആയിട്ട് ഇപ്പോൾ ജിൻഡോ അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇത്രയും നല്ല ഗെയിം 2 ജിൻഡോ വിജയിച്ചിട്ടും എന്തുകൊണ്ട് എപ്പിസോഡിൽ ആ 2 ഗെയിമും കാണിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാൻ വലിയ കാര്യത്തിൽ എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കിയ സമയത്ത് ഇവിടെ 3ാമത്തെ ടാസ്ക്, അതായത് ഇന്നത്തെ 3ാമത്തെ ടാസ്കാണ് അവർ വലിയ കാര്യത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. പൂച്ചയ്ക്കാര് മണി കിട്ടും എന്നുള്ള ഒരു ടാസ്ക് അത് ഫുള്ള് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും കാണിച്ചിട്ടില്ല. ആ 2 ടാസ്ക് മെയിൻ ആയിട്ട് നടന്നത് ഒരു തരി പോലും അവിടെ മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അത് ജിൻഡോ വിജയിക്കുന്ന 2 ടാസ്ക് ആയിരുന്നു. 2 ടാസ്കും മെയിൻ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു ടാസ്ക് എങ്കിലും കാണിക്കാൻ വരുന്ന അവർക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിവിടെ എത്ര സമയമാണ് അവിടെ ടാസ്ക് 6 പൂച്ചയ്ക്കാരും മണികെട്ടും ടാസ്കിന് വേണ്ടിയിട്ട് അത്രയും സമയം അവിടെ കൊടുത്തിട്ടും എന്തുകൊണ്ട് ജിൻഡോ വിജയിച്ച 2 ടാസ്കും അവിടെ കാണിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ജിൻഡോ വിജയിച്ച ടാസ്കുകൾ ആയതുകൊണ്ടാണോ കാണിക്കാതിരുന്നത്? അത് ഇത്രയും നല്ലൊരു ടാസ്കുകൾ എന്തുകൊണ്ട് കാണിച്ചില്ല? എങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് ഈ ടാസ്കുകൾ നടത്തുന്നത്? മെയിൻ എപ്പിസോഡിൽ ടിക്കറ്റ് ഫിനാലെയുടെ ടാസ്കുകൾ മുഴുവൻ കാണിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് മെയിൻ എപ്പിസോഡ് കൊണ്ട് പ്രയോജനം? അവിടെ 6ാമത്തെ ടാസ്ക് ആയിട്ടുള്ള പൂച്ചയ്ക്കാരും മണിക്കെട്ടിന്റെ ഒരുപാട് ഭാഗങ്ങൾ അവിടെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതിലത്തെ ആര് ബെല്ലടിച്ചു, ആര് പറഞ്ഞു എന്നുള്ളത് മാത്രമെങ്കിൽ അവർക്ക് കാണിച്ചാൽ പോരായിരുന്നു. എത്രയോ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ 2 ടാസ്കിന്റെ മെയിൻ കാര്യങ്ങൾ അവരെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുമായിരുന്നു. ജിൻഡോയെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് തോന്നിപ്പോയി എപ്പിസോഡ് കണ്ട സമയത്ത്.